രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം ആചാര്യ വരവേൽപ്പും സാംസ്കാരിക സമ്മേളനവും നടന്നു. ഡിസംബർ 21 മുതൽ 25 വരെ നടന്നുവരുന്ന രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്ര നവീകരണ കലശത്തിന്റെയും ഡിസംബർ 28 മുതൽ 31 വരെയുള്ള ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെയും ഭാഗമായി അരവത്ത് KU പത്മനാഭ തന്ത്രിക്കും മറ്റ് ഉപ ആചാര്യന്മാർക്കും ഊഷ്മളമായ ആചാര്യ വരവേൽപ്പ് നൽകി. ക്ഷേത്ര കവാടത്തിൽ നിന്നും പൂർണ്ണ കുംഭത്തോടുകൂടി ആചാര്യ വരവേൽപ്പിൽ താലപ്പൊലി, മുത്തുകുട, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നവീകരണ കലശത്തിനായി തന്ത്രികൾക്ക് ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് ക്ഷേത്രത്തെ ഏൽപ്പിക്കുന്ന ചടങ്ങ് നടന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഒരു അലോസരം അങ്ങനെയുള്ളൊരു ജീവിതം കൊണ്ട് കാര്യമില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് ജീവിക്കണം. അതിനെന്ത് വേണം? ചിരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ സമൂഹം ആ നിലയിലേക്ക് വികസിച്ചു വളരണം. മനുഷ്യൻ പരസ്പരം സ്നേഹമുള്ളവരാവണം. വിദ്വേഷം തീരെ പാടില്ല. സ്നേഹിക്കാൻ പറ്റുമോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കുടുംബത്തിൽ വേണം, നാട്ടിൽ വേണം, സമൂഹത്തിലാകെ വേണം, എല്ലാ സ്ഥലത്തും വേണം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് നടത്തുന്നത്. അപ്പുറത്ത് പള്ളിയിൽ ഉറൂസ് ഉണ്ടാകും. മറ്റൊരു ക്രിസ്ത്യൻ ചർച്ചിൽ അവിടെ മറ്റൊരു ഉത്സവം കാണും. ഇതെല്ലാം നമ്മൾ സ്നേഹത്തോടു കൂടി കാണണം. അത് ഇന്നാളതല്ലേ, അത് അതിന് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പരാമർശങ്ങളോ നോക്കുകളോ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N കുഞ്ഞിക്കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ K സബീഷ്, KK സോയ, ക്ഷേത്രം പ്രസിഡന്റ് N അശോകൻ നമ്പ്യാർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അഡ്വക്കേറ്റ് PV സുരേഷ്, രവീന്ദ്രൻ രാവണേശ്വരം, O മോഹനൻ, A ബാലൻ, A തമ്പാൻ, സജിത ബാലൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ VV ഗോവിന്ദൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P പ്രകാശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ഷേത്ര മാതൃസമിതിയുടെ മെഗാ തിരുവാതിരയും മടിയൻ കൈകൊട്ടിക്കളി സംഘത്തിന്റെ മിക്സഡ് കൈകൊട്ടിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.